ഓം ശാന്തി. പ്രഭാതമുരളി 5-12-21. അവ്യക്ത ബാബ്ദാദ. റിവൈസ് 5-12-89. സദാ എങ്ങനെ പ്രസന്നമായിരിക്കാം? ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളെ നോക്കുകയായിരുന്നു. എന്താണ് നോക്കിയത്? ഓരോ കുട്ടിയും സ്വയം ഓരോ സമയത്തും എത്ര പ്രസന്നമായിരിക്കുന്നുണ്ട്, അതിനോടൊപ്പം മറ്റുള്ളവരെയും സ്വയം തന്നിലൂടെ എത്ര പ്രസന്നമാക്കുന്നുണ്ട്. കാരണം പരമാത്മാവിൻ്റെ സർവപ്രാപ്തികളുടെയും പ്രത്യക്ഷ സ്വരൂപമായി പ്രസന്നത തന്നെയാണ് മുഖത്ത് കാണപ്പെടുന്നത്. പ്രസന്നത ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷ ആധാരമാണ്. അല്പകാലത്തെ പ്രസന്നതയും സദാകാലത്തെ സമ്പന്നതയുടെ പ്രസന്നതയും തമ്മിൽ രാപകലിൻ്റെ വ്യത്യാസമുണ്ട്. അല്പകാലത്തേക്കുള്ള പ്രസന്നത അല്പകാലത്തെ പ്രാപ്തിയുള്ളവരുടെ മുഖത്ത് അല്പസമയത്തേക്ക് തീർച്ചയായും കാണപ്പെടുന്നു. എന്നാൽ ആത്മീയ പ്രസന്നത സ്വയം തന്നെയും പ്രസന്നമാക്കുക തന്നെ ചെയ്യുന്നു. എന്നാൽ ആത്മീയ പ്രസന്നതയുടെ വൈബ്രേഷൻ അന്യ ആത്മാക്കളിലും എത്തിച്ചേരുന്നു. അന്യ ആത്മാക്കളും ശാന്തിയുടെയും ശക്തിയുടെയും അനുഭൂതി ചെയ്യുന്നു. ഫലദായക വൃക്ഷം അതിൻ്റെ ശീതളതയുടെ തണലിൽ അല്പസമയത്തേക്ക് മനുഷ്യർക്ക് ശീതളതയുടെ അനുഭവം ഉണ്ടാക്കുന്നു. മനുഷ്യർ പ്രസന്നവുമാകുന്നു. അതേപോലെ പരമാത്മാ പ്രാപ്തികളുടെ ഫലത്താൽ സമ്പന്നമായ ആത്മീയ പ്രസന്നതയുള്ള ആത്മാവ് മറ്റുള്ളവർക്കും തൻ്റെ പ്രാപ്തികളുടെ തണലിൽ ശരീരത്തിനും മനസ്സിനും ശാന്തിയുടെയും ശക്തിയുടെയും അനുഭൂതി നൽകുന്നു. പ്രസന്നതയുടെ വൈബ്രേഷൻ സൂര്യൻ്റെ കിരണങ്ങൾക്ക് സമാനം വായുമണ്ഡലത്തെ, വ്യക്തിയെ എല്ലാ കാര്യങ്ങളുടെയും മറവിയുണ്ടാക്കി സത്യമായ ആത്മീയ ശാന്തിയുടെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. വർത്തമാന സമയത്തിലെ അജ്ഞാനി ആത്മാക്കൾ തങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ചിലവഴിച്ചുകൊണ്ടും പ്രസന്നമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കളാണെങ്കിൽ എന്ത് ചിലവാണ് ചെയ്തത്? പൈസ പോലും ചിലവാക്കാതെ സദാ പ്രസന്നമായിരിക്കുന്നില്ലേ? അതോ മറ്റുള്ളവരുടെ സഹായത്താലാണോ പ്രസന്നമായിരിക്കുന്നത്? ബാബ്ദാദ കുട്ടികളുടെ ചാർട്ട് ചെക്ക് ചെയ്യുകയായിരുന്നു. എന്താണ് കണ്ടത്? ഒന്നാണ് സദാ പ്രസന്നമായിരിക്കുന്നവർ, രണ്ടാമത്തേതാണ് പ്രസന്നമായിരിക്കുന്നവർ. സദാ എന്ന വാക്ക് ഇല്ല. പ്രസന്നതയും 3 പ്രകാരത്തിലുള്ളത് നോക്കി. 1 സ്വയം തന്നോട് പ്രസന്നം, 2 മറ്റുള്ളവരിലൂടെ പ്രസന്നം, 3 സേവയിലൂടെ പ്രസന്നം. അഥവാ 3ലും പ്രസന്നമാണ് എങ്കിൽ ബാബ്ദാദയെ സ്വതവേ തന്നെ പ്രസന്നമാക്കി. ഏത് ആത്മാവിൽ ബാബ പ്രസന്നമാണോ അവർ സദാ സഫലതാമൂർത്തി തന്നെയാണ്. ബാബ്ദാദ കണ്ടു പല കുട്ടികളും സ്വയം തന്നോടും അപ്രസന്നമായി ഇരിക്കുന്നു. ചെറിയൊരു കാര്യം കാരണം അപ്രസന്നമായിരിക്കുന്നു. ഞാൻ ആരാണ് എന്ന ഏറ്റവും ആദ്യത്തെ പാഠം അറിയാമായിരുന്നിട്ടും മറന്നു പോകുന്നു. ബാബ എന്താണ് ആക്കി മാറ്റിയത്, നൽകിയത്, അത് മറന്നു പോകുന്നു. ബാബ ഓരോ കുട്ടിയെയും ഫുൾ സമ്പത്തിൻ്റെ അധികാരിയാക്കി മാറ്റി. ചിലർക്ക് മുഴുവനും ചിലർക്ക് പകുതിയും സമ്പത്തല്ല നൽകിയത്. ആർക്കെങ്കിലും പകുതിയോ കാൽഭാഗവുമാണോ ലഭിച്ചത്? പകുതി ലഭിക്കുകയാണോ ചെയ്തത്, അതോ പകുതി എടുക്കുകയാണോ ചെയ്തത്? ബാബ എല്ലാവർക്കും മാസ്റ്റർ സർവശക്തിവാന്റെ വരദാനത്തിൻ്റെ സമ്പത്ത് നൽകി. ചില ശക്തികൾ കുട്ടികൾക്ക് നൽകുകയും മറ്റു ശക്തികൾ തരാതിരിക്കുകയും ചെയ്തില്ല. തനിക്ക് വേണ്ടി വച്ചില്ല. സർവഗുണ സമ്പന്നമാക്കി, സർവപ്രാപ്തി സ്വരൂപമാക്കി. എന്നാൽ ബാബയിലൂടെ ഏതെല്ലാം പ്രാപ്തികൾ ഉണ്ടായോ അതിനെ സ്വയം തന്നിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. സ്ഥൂലധനമോ സാധനങ്ങളോ പ്രാപ്തമായിരുന്നിട്ടും ചിലവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അഥവാ സാധനങ്ങളെ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ
പ്രാപ്തി ഉണ്ടായിട്ടും അതിൽ നിന്നും വഞ്ചിതമായി പോകുന്നു. അതേപോലെ എല്ലാ പ്രാപ്തികളും അഥവാ ഖജനാവുകളും എല്ലാവരുടെയും അടുക്കലുണ്ട്. എന്നാൽ കാര്യത്തിൽ ഉപയോഗിക്കാനുള്ള വിധി അറിയില്ല. വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ അറിയില്ല. പിന്നെ പറയുന്നു, ഇതല്ല ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ആ സമയം മറന്നുപോയി. ഇങ്ങനെയാകാൻ പാടില്ലാത്തതാണ് എന്നിപ്പോൾ മനസ്സിലാക്കുന്നു. ആ സമയത്ത് ഒരു സെക്കൻഡെങ്കിലും കഴിഞ്ഞു പോയെങ്കിൽ സഫലതയുടെ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കില്ല. കാരണം സമയത്തിൻ്റെ വണ്ടി പുറപ്പെട്ടു. ഒരു സെക്കൻഡ് ലേറ്റാക്കിയാലും 1 മണിക്കൂർ ലേറ്റാക്കിയാലും സമയം കടന്നു പോയല്ലോ. എപ്പോഴാണോ സമയത്തിൻ്റെ വണ്ടി കടന്നു പോകുന്നത്, അപ്പോൾ പിന്നെ സ്വയം തന്നോട് നിരാശമാകുന്നു. അപ്രസന്നതയുടെ സംസ്കാരം എമർജാകുന്നു. എൻ്റെ ഭാഗ്യം തന്നെ ഇങ്ങനെയാണ്, ഡ്രാമയിൽ എൻ്റെ പാർട്ട് തന്നെ ഇങ്ങനെയാണ്. മുൻപും കേൾപ്പിച്ചിരുന്നു, സ്വയം തന്നോട് അപ്രസന്നമായി ഇരിക്കുന്നതിൻ്റെ മുഖ്യ കാരണങ്ങൾ 2 ഒന്ന് നിരാശമാകുന്നത്. രണ്ടാമത്തെ കാരണമാണ് മറ്റുള്ളവരുടെ വിശേഷതയും ഭാഗ്യത്തിൻ്റെ പാർട്ടും കണ്ട് ഈർഷ്യ ഉൽപ്പന്നമാകുന്നത്. ധൈര്യം കുറവാണ്, ഈർഷ്യ കൂടുതലാണ്. നിരാശരായവർക്കും ഒരിക്കലും പ്രസന്നമായിരിക്കാൻ സാധിക്കില്ല. ഈർഷ്യ ഉള്ളവർക്കും ഒരിക്കലും പ്രസന്നമായിരിക്കാൻ സാധിക്കില്ല. കാരണം 2 രീതിയിൽ ആയാലും ഇങ്ങനെയുള്ള ആത്മാക്കളുടെ ഇച്ഛ ഒരിക്കലും പൂർണ്ണമാകുന്നില്ല. ഇച്ഛകൾ നല്ലതാകാൻ അനുവദിക്കില്ല. അതിനാൽ പ്രസന്നമായി ഇരിക്കുന്നില്ല. പ്രസന്നമായി ഇരിക്കുന്നതിനായി സദാ ഒരു കാര്യം ബുദ്ധിയിൽ വയ്ക്കൂ. ഡ്രാമയുടെ നിയമം അനുസരിച്ച് സംഗമയുഗത്തിൽ ഓരോ ബ്രാഹ്മണ ആത്മാവിനും ഏതെങ്കിലുമൊക്കെ വിശേഷത ലഭിച്ചിട്ടുണ്ട്. 16,000-ന്റെ മാലയിലെ ലാസ്റ്റ് മണി ആയിക്കൊള്ളട്ടെ, അതിനും ഏതെങ്കിലും വിശേഷത ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നും മുന്നോട്ട് പോകൂ. 9 ലക്ഷം പാടപ്പെട്ടിട്ടുണ്ട്. അവർക്കും ഏതെങ്കിലുമൊക്കെ വിശേഷത ലഭിച്ചിട്ടുണ്ട്. സ്വന്തം വിശേഷത ആദ്യം തിരിച്ചറിയൂ. ഇപ്പോഴാണെങ്കിൽ 9 ലക്ഷം വരെ എത്തിച്ചേർന്നിട്ടില്ല. അതിനാൽ ബ്രാഹ്മണ ജന്മത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ വിശേഷതയെ തിരിച്ചറിയൂ, കാര്യത്തിൽ ഉപയോഗിക്കൂ. കേവലം മറ്റുള്ളവരുടെ വിശേഷത കണ്ട് നിരാശയിലോ ഈർഷ്യയിലോ വരരുത്. എന്നാൽ സ്വന്തം വിശേഷതയെ കാര്യത്തിൽ വിനിയോഗിക്കുന്നതിലൂടെ ഒരു വിശേഷത പിന്നീട് മറ്റു വിശേഷതകളെയും കൊണ്ടുവരും. 1ന്റെ കൂടെ ബിന്ദു അതായത് 0 ചേർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രയാകും? 1ന്റെ കൂടെ ഒരു 0 ചേർത്താൽ 10 ആകും. 2 0 ചേർത്താൽ 100 ആകും. മൂന്നാമത്തേത് ചേർത്താലോ? ഈ കണക്ക് അറിയാമല്ലോ. കാര്യത്തിൽ ഉപയോഗിക്കുക എന്നാൽ വർദ്ധിപ്പിക്കുക എന്നർത്ഥം. മറ്റുള്ളവരെ നോക്കാതിരിക്കൂ. സ്വന്തം വിശേഷതയെ കാര്യത്തിൽ വിനിയോഗിക്കൂ. നോക്കൂ, ബാബ്ദാദ സദാ ഭോലി ഭണ്ഡാരിയുടെ അതായത് ഭോലി ദാദിയുടെ ഉദാഹരണം നൽകുന്നു. മഹാരഥികളുടെ പേര് ചിലപ്പോഴായിരിക്കും വരുന്നത്, എന്നാൽ ഭോലി ദാദിയുടെ പേര് വരുന്നു. ഏതൊരു വിശേഷത ഉണ്ടായിരുന്നുവോ അത് കാര്യത്തിൽ വിനിയോഗിച്ചു. ഭണ്ഡാരെ ആണ് സംരക്ഷിച്ചിരുന്നത്. എന്നാൽ വിശേഷതയെ കാര്യത്തിൽ ഉപയോഗിച്ചതിലൂടെ വിശേഷ ആത്മാക്കളുടേതുപോലെ പാടപ്പെടുന്നു. എല്ലാവരും മധുബനെ വർണ്ണൻ ചെയ്യുന്നു. ദാദിമാരുടെയും കാര്യങ്ങൾ കേൾപ്പിക്കും, അപ്പോൾ ഭോലിയുടെയും കേൾപ്പിക്കും. പ്രഭാഷണം ചെയ്യുന്നില്ല. എന്നാൽ വിശേഷതയെ കാര്യത്തിൽ ഉപയോഗിച്ചതിലൂടെ സ്വയം വിശേഷമായി മാറി. മറ്റുള്ളവരെയും വിശേഷ ദൃഷ്ടിയോടെ നോക്കുന്നു. അപ്പോൾ പ്രസന്നമായിരിക്കുന്നതിനായി എന്തു ചെയ്യും? വിശേഷതയെ കാര്യത്തിൽ ഉപയോഗിക്കൂ. അപ്പോൾ അഭിവൃദ്ധി ഉണ്ടാകും. സർവ്വതും വന്നു ചേരുമ്പോൾ സമ്പന്നമായി മാറും. പ്രസന്നതയുടെ ആധാരമാണ് സമ്പന്നത. ആര് സ്വയം തന്നോട് പ്രസന്നമായിരിക്കുന്നോ അവർ മറ്റുള്ളവരോടും പ്രസന്നമായിരിക്കും, സേവനത്തോടും പ്രസന്നമായിരിക്കും. ഏതൊരു സേവനം ലഭിച്ചാലും അതിൽ മറ്റുള്ളവരെ പ്രസന്നമാക്കി
സേവനത്തിൽ മുന്നിലുള്ള നമ്പർ നേടും. ഏറ്റവും വലുതിലും വലിയ സേവനം താങ്കളുടെ പ്രസന്നമൂർത്തി ചെയ്യും. അപ്പോൾ കേട്ടുവോ എന്ത് ചാർട്ടാണ് നോക്കിയത്? ശരി. ടീച്ചേഴ്സിന് മുന്നിലിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. കാരണം വഴികാട്ടിയായി വരുന്നു. അപ്പോൾ പ്രയത്നം വളരെയധികം ചെയ്യുന്നു. ഒരാളെ സുഖധാമത്തിൽ നിന്നും വിളിക്കും, മറ്റൊരാളെ വിശാൽ ഭവനിൽ നിന്നും വിളിക്കും. നല്ല എക്സസൈസ് ആകുന്നു. സെൻറ്ററിൽ നടക്കുന്നില്ല. എപ്പോഴാണോ ആരംഭത്തിൽ സേവനം തുടങ്ങിയത് അപ്പോൾ നടന്നു പോകുമായിരുന്നല്ലോ. താങ്കളുടെ മുതിർന്ന ദാദിമാരും നടന്നു പോകുമായിരുന്നു. സാധനങ്ങളുടെ സഞ്ചി കയ്യിലെടുത്ത് നടന്നുപോയി. ഇക്കാലത്താണെങ്കിൽ താങ്കൾ എല്ലാം മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടപ്പോഴാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലക്കിയാണല്ലോ. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട സെൻറ്റർ ലഭിച്ചു. സ്വന്തമായ കെട്ടിടമുണ്ടായിരിക്കും. ആദ്യമാണെങ്കിൽ യമുന തീരത്താണ് കഴിഞ്ഞിരുന്നത്. രാത്രി ഉറങ്ങുവാനോ പകൽ സേവനത്തിനായും വേണ്ടി ഒരേ ഒരു മുറിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സന്തോഷത്തോടെ ഏതൊരു ത്യാഗം ചെയ്തോ അതിനുള്ള ഭാഗ്യത്തിൻ്റെ ഫലം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ ഫലം കഴിക്കുന്ന സമയത്താണ് വന്നിരിക്കുന്നത്. ഇവർ വിതച്ചു, താങ്കൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഫലം കഴിക്കുന്നത് വളരെ സഹജമാണല്ലോ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഫലസ്വരൂപമായ ക്വാളിറ്റി ഉണ്ടാക്കൂ. മനസ്സിലായോ? ക്വാണ്ടിറ്റി ഉണ്ട്, ഇതും ആവശ്യമാണ്. 9 ലക്ഷം തികയണം. അപ്പോൾ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും രണ്ടും ആവശ്യമാണ്. 16,000-ൻ്റെ ഉറച്ച മാല തയ്യാറാക്കണം. ഇപ്പോൾ ക്വാളിറ്റിയുടെ സേവനത്തിൻ്റെ മേൽ വിശേഷിച്ച് അണ്ടർലൈൻ ചെയ്യൂ. ഈ ഗ്രൂപ്പിൽ ടീച്ചേഴ്സും വരുന്നു, കുമാരിമാരും വരുന്നു. എന്നാൽ പുറത്തേക്ക് വരുന്നില്ല. മധുബൻ നല്ലതായി തോന്നുന്നു. ബാബയോട് സ്നേഹവുമുണ്ട്. എന്നാൽ സമർപ്പണമാകുന്നതിൽ ചിന്തിക്കുന്നു. ആരാണോ സ്വയം ഓഫർ ചെയ്യുന്നത് അവർ നിർവിഘ്നമായി നടക്കുന്നു. ആരാണോ പറയുന്നതിലൂടെ നടക്കുന്നത് അവർ നിൽക്കുന്നു, പിന്നെ നടക്കുന്നു. അവർ വീണ്ടും വീണ്ടും താങ്കളോട് തന്നെ പറയും, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, സറണ്ടർ ആകേണ്ടതില്ലായിരുന്നു. ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇതിനേക്കാൾ പുറത്ത് കഴിഞ്ഞുകൊണ്ട് സേവനം ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ പുറത്ത് കഴിഞ്ഞുകൊണ്ട് സേവനം ചെയ്യുന്നതും ത്യാഗം ചെയ്ത് സേവനം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം തീർച്ചയായും ഉണ്ട്. ആരാണോ സമർപ്പണത്തിൻ്റെ മഹത്വത്തെ അറിയുന്നത് അവർ സദാ സ്വയം തന്നെ പല കാര്യങ്ങളിൽ നിന്നും അകന്നു മാറി സുഖമായി വന്നു ചേർന്നു. പല പ്രയത്നങ്ങളിൽ നിന്നും മുക്തമായി. അപ്പോൾ ടീച്ചേഴ്സ് സ്വന്തം മഹത്വത്തെ നല്ല രീതിയിൽ അറിയുന്നുണ്ടല്ലോ. തൊഴിലും ഈ സേവനവും രണ്ട് കാര്യവും ചെയ്യുന്നവർ നല്ലതാണോ അതോ ഒരു കാര്യം ചെയ്യുന്നവർ നല്ലതാണോ? അവർക്കാണെങ്കിൽ പിന്നെയും ഡബിൾ പാർട്ട് അഭിനയിക്കേണ്ടി വരും. നിർബന്ധനം തന്നെയാണ്, എങ്കിലും ഡബിൾ പാർട്ടാണല്ലോ. താങ്കളുടേതാണെങ്കിൽ ഒരേ ഒരു പാർട്ടാണ്. പ്രവൃത്തിയിൽ കുടുംബത്തിൽ ഉള്ളവർക്ക് 3 പാർട്ട് അഭിനയിക്കേണ്ടി വരും. ഒന്ന് പഠനത്തിൻ്റെ, രണ്ടാമത്തേത് സേവനത്തിൻ്റെ, അതിനോടൊപ്പം പ്രവൃത്തിയെയും പാലിക്കുന്നതിൻ്റെ. താങ്കളാണെങ്കിൽ സർവ കാര്യങ്ങളിൽ നിന്നും ഒഴിവായി. ശരി. സർവ സദാ പ്രസന്നതയുടെ വിശേഷതയാൽ സമ്പന്നമായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ തൻ്റെ വിശേഷതയെ തിരിച്ചറിഞ്ഞ് കാര്യത്തിൽ വിനിയോഗിക്കുന്ന സെൻസിബിളും എസെൻസ്ഫുള്ളുമായ ആത്മാക്കൾക്ക്, സദാ പ്രസന്നമായിരിക്കുന്നവർക്ക്, പ്രസന്നമാക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയുള്ള മഹാൻ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. ആഗ്ര രാജസ്ഥാൻ സോണുമായി അവ്യക്ത ബാബ്ദാദയുടെ കൂടിക്കാഴ്ച. സദാ സ്വയം അകാല സിംഹാസനസ്ഥനായ ശ്രേഷ്ഠ ആത്മാവായി മനസ്സിലാക്കുന്നുണ്ടോ? ആത്മാവ് അകാലമാണ്. അപ്പോൾ അതിൻ്റെ സിംഹാസനവും അകാല സിംഹാസനം ആയല്ലോ. ഈ സിംഹാസനത്തിൽ ഇരുന്ന് ആത്മാവ് എത്ര കാര്യങ്ങൾ ചെയ്യുന്നു. സിംഹാസനസ്ഥനായ ആത്മാവാണ്. ഈ സ്മൃതിയിലൂടെ സ്വരാജ്യത്തിൻ്റെ സ്മൃതി സ്വതവേ വരുന്നു.
രാജാവും സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ രാജപദവിയുടെ ലഹരിയിൽ രാജപദവിയുടെ സന്തോഷം സ്വതവേ ഉണ്ടാകുന്നു. സിംഹാസനസ്ഥൻ എന്നാൽ സ്വരാജ്യ അധികാരിയായ രാജാവ്. ഈ സ്മൃതിയിലൂടെ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും സ്വതവേ തന്നെ ഓർഡർ അനുസരിച്ച് നടക്കും. ആരാണോ അകാല സിംഹാസനസ്ഥരായി മനസ്സിലാക്കി നടക്കുന്നത് അവർക്ക് ബാബയുടെയും ഹൃദയ സിംഹാസനമുണ്ട്. കാരണം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ബാബയുടെ തന്നെ ഓർമ്മ വരുന്നു. പിന്നെ ദേഹമില്ല, ദേഹത്തിൻ്റെ സംബന്ധമില്ല, പദാർത്ഥമില്ല, ഒരു ബാബ തന്നെയാണ് ലോകം. എന്നാൽ അകാല സിംഹാസനസ്ഥർ ബാബയുടെ ഹൃദയ സിംഹാസനസ്ഥരും ആകുന്നു. ഒരു ബാബ, രണ്ടാമതാരുമില്ല. ഇങ്ങനെയുള്ള കുട്ടികൾ തന്നെയാണ് ബാബയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ ഡബിൾ സിംഹാസനമായി. ആരാണോ സിഖിലതെ കുട്ടികളും പ്രിയപ്പെട്ടവരും അവരെ സദാ മടിയിൽ ഇരുത്തും, മുകളിലിരുത്തും, താഴെയല്ല. അപ്പോൾ ബാബയും പറയുന്നു, സിംഹാസനത്തിൽ ഇരിക്കൂ, താഴേക്ക് വരരുത്. ആർക്കാണോ സിംഹാസനം ലഭിക്കുന്നത് അവർ മറ്റൊരു സ്ഥാനത്ത് ഇരിക്കുമോ? അപ്പോൾ അകാല സിംഹാസനം അഥവാ ഹൃദയ സിംഹാസനം മറന്ന് ദേഹത്തിൻ്റെ ഭൂമിയിൽ മണ്ണിൽ വരാതിരിക്കൂ. ദേഹത്തെ മണ്ണ് എന്ന് പറയുന്നുവല്ലോ, മണ്ണ് മണ്ണിനോട് ചേരും എന്ന് പറയുന്നല്ലോ. അപ്പോൾ ദേഹത്തിൽ വരിക എന്നാൽ മണ്ണിൽ വരിക എന്നർത്ഥം. ആരാണോ റോയൽ കുട്ടികൾ അവർ ഒരിക്കലും മണ്ണിൽ കളിക്കുന്നില്ല. പരമാത്മാവിൻ്റെ കുട്ടികളാണെങ്കിൽ ഏറ്റവും റോയലായി. അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നതാണോ നല്ലതായി തോന്നുന്നത്, അതോ മണ്ണിലും നോക്കട്ടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹം തോന്നാറുണ്ടോ? പല കുട്ടികൾക്കും മണ്ണ് ഭക്ഷിക്കുന്നതിൻ്റെയും മണ്ണിൽ കളിക്കുന്നതിൻ്റെയും ശീലമുണ്ട്. അങ്ങനെയല്ലല്ലോ, 63 ജന്മം മണ്ണിൽ കളിച്ചു. ഇപ്പോൾ ബാബ സിംഹാസനസ്ഥർ ആക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മണ്ണിൽ എങ്ങനെ കളിക്കും? ആരാണോ മണ്ണിൽ കളിക്കുന്നത് അവർ മലിനമാകുന്നു. താങ്കളും എത്ര മലിനമായി പോയി. ഇപ്പോൾ ബാബ സ്വച്ഛമാക്കി. സദാ ഈ സ്മൃതിയിലൂടെ സമർത്ഥമാകൂ. ശക്തിശാലി ഒരിക്കലും ദുർബലമാകുന്നില്ല. ദുർബലമാവുക എന്നാൽ മായയുടെ രോഗം വരിക എന്നാണ്. ഇപ്പോഴാണെങ്കിൽ സദാ ആരോഗ്യവാനായി കഴിഞ്ഞു. ആത്മാവ് ശക്തിശാലിയായി കഴിഞ്ഞു. ശരീരത്തിൻ്റെ കണക്കുകൾ വേറെ കാര്യമാണ്. എന്നാൽ മനസ്സ് ശക്തിശാലിയായല്ലോ. ശരീരം ദുർബലമാണ്, നടക്കുന്നില്ല. അതാണെങ്കിൽ അന്തിമമാണ്, അതുണ്ടാവുക തന്നെ ചെയ്യും. എന്നാൽ ആത്മാവ് പവർഫുള്ളാണ്. ശരീരത്തോടൊപ്പം ആത്മാവ് ദുർബലമല്ല. അപ്പോൾ സദാ ഓർമ്മ വയ്ക്കണം, ഡബിൾ സിംഹാസനസ്ഥരും ഡബിൾ കിരീടധാരിയും ആകുന്നവരാണ്. ശരി, എല്ലാവരും സന്തുഷ്ടമാണല്ലോ. സന്തുഷ്ടം എന്നാൽ പ്രസന്നം എന്നർത്ഥം. സദാ പ്രസന്നമായി ഇരിക്കുന്നുണ്ടോ, അതോ ഇടയ്ക്കിടയ്ക്കാണോ ഇരിക്കുന്നത്? ചിലപ്പോൾ അപ്രസന്നം, ചിലപ്പോൾ പ്രസന്നം, ഇങ്ങനെയല്ലല്ലോ. ഒരിക്കലും ഒരു കാര്യത്താലും അപ്രസന്നം ആകുന്നില്ലല്ലോ. ഇന്ന് ഇത് ചെയ്തു, ഇന്ന് ഇത് സംഭവിച്ചു, ഇന്നലെ അതുണ്ടായി, ഇങ്ങനെയുള്ള കത്ത് എഴുതുന്നില്ലല്ലോ. സദാ പ്രസന്ന ചിത്തരായിരിക്കുന്നവർ തൻ്റെ ആത്മീയ വൈബ്രേഷനിലൂടെ മറ്റുള്ളവരെയും പ്രസന്നമാക്കുന്നു. ഞാൻ പ്രസന്നമായി തന്നെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെ പാടില്ല. എന്നാൽ പ്രസന്നതയുടെ ശക്തി തീർച്ചയായും വ്യാപിക്കും. അപ്പോൾ മറ്റുള്ളവരെയും പ്രസന്നമാക്കാൻ സാധിക്കണം. ഇങ്ങനെയാണോ, അതോ സ്വയം പ്രസന്നമായി ഇരിക്കുക എന്നതുവരെ മാത്രം മതിയോ? മറ്റുള്ളവരെയും ആക്കും. പിന്നെ ഇപ്പോൾ ഒരു കത്തും വരില്ല. അഥവാ ഏതെങ്കിലും അപ്രസന്നതയുടെ കത്ത് വന്നു എങ്കിൽ തിരികെ അവർക്ക് തന്നെ അയച്ചേക്കൂ. ഈ സമയവും ഈ തീയതിയും ഓർമ്മ വയ്ക്കണം. ഓക്കെ ആണ്, എല്ലാവരും എന്നോടും ഓക്കെയാണ്. ഈ കത്ത് എഴുതിക്കൊള്ളൂ. ഈ 2 ലൈൻ എഴുതൂ, അത്രമാത്രം. ഞാനും ഓക്കെ, മറ്റുള്ളവരും എന്നോട് ഓക്കെയാണ്. ഇത്രയും എന്തിനു ചെലവഴിക്കുന്നു? ഈ 2 ലൈൻ കാർഡിൽ തന്നെ വരുന്നു. വീണ്ടും വീണ്ടും
എഴുതാതിരിക്കൂ. ചിലരാണെങ്കിൽ ദിവസവും കാർഡ് അയക്കുന്നു. ദിവസവും അയക്കരുത്. മാസത്തിൽ 2 പ്രാവശ്യം. 15 ദിവസത്തിൽ ഓക്കെയുടെ ഒരു കാർഡ് എഴുതൂ. മറ്റ് കഥകളൊന്നും എഴുതരുത്. തൻ്റെ പ്രസന്നതയിലൂടെ മറ്റുള്ളവരെയും പ്രസന്നമാക്കണം. ശരി. വരദാനം. ഉൾക്കൊള്ളുന്നതിൻ്റെയും നേരിടുന്നതിൻ്റെയും ശക്തിയിലൂടെ സേവനത്തിൽ സഫലത പ്രാപ്തമാക്കുന്ന ആത്മീയ സേവാധാരിയായി ഭവിക്കട്ടെ. ആത്മീയ സേവാധാരികൾക്ക് സേവനമല്ലാതെ മറ്റൊന്നും ബോധിക്കുന്നില്ല. മനസ്സ വാച കർമ്മണ ഉള്ള സർവീസിൽ നിന്നും 1 സെക്കൻഡ് പോലും റെസ്റ്റ് എടുക്കുന്നില്ല. അതിനാൽ ബെസ്റ്റായി മാറുന്നു. അവർ സേവനങ്ങളിൽ സഫലത പ്രാപ്തമാക്കുന്നതിനായി സദാ ഈ സ്ലോഗൻ ഓർമ്മ വയ്ക്കുന്നു: ഉൾക്കൊള്ളണം, നേരിടണം. ഇതാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം. അവർ തൻ്റെ പഴയ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്നു, മായയോട് നേരിടുന്നു. ദൈവിക പരിവാരത്തോടല്ല. നോളജ് ഫുള്ളിനോടൊപ്പം പവർഫുള്ളുമായ ഇങ്ങനെയുള്ള കുട്ടികളെ തന്നെയാണ് ആത്മീയ സേവാധാരി എന്ന് പറയുന്നത്. സ്ലോഗൻ: ചെറിയ കാര്യത്തെ വലുതാക്കരുത്, അന്തരീക്ഷത്തെ ശക്തിശാലിയാക്കൂ. പരമധാമത്തിൽ ജ്ഞാന സൂര്യനായ ശിവബാബയുടെ സ്വരൂപത്തിൽ, ബാബയുടെ സർവശക്തിവാന്റെ സ്വരൂപത്തിൽ ബുദ്ധിയെ സ്ഥിരമാക്കൂ. ശിവബാബയിൽ നിന്നും സർവശക്തികളുടെയും കിരണങ്ങൾ താഴേക്ക് വരുന്നു. ആ കിരണങ്ങൾ ആത്മാവിൽ നിറയുന്നു. സമസ്ത ഈശ്വരീയ ശക്തികളും നിറഞ്ഞ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആകുന്നു. ഞാൻ സർവശക്തി സമ്പന്നമായ വിഘ്നവിനാശകനാണ്. എൻ്റെ ഉള്ളിൽ വിഘ്നങ്ങളെ ഇല്ലാതാക്കുവാനുള്ള അപാര ശക്തിയുണ്ട്. സർവശക്തിവാന്റെ സന്താനമായ ഞാൻ എൻ്റെ വിഘ്ന വിനാശക സ്വരൂപമായ ഗണേശ സ്വരൂപം സ്വീകരിക്കുന്നു. ബുദ്ധിരൂപി നേത്രത്തിലൂടെ തൻ്റെ വിഘ്ന വിനാശക സ്വരൂപം കാണൂ. മുകളിൽ ബാബയുടെ സർവശക്തി സ്വരൂപം, താഴെ ഞാൻ വിഘ്ന വിനാശക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ മുന്നിൽ
മുക്ത ആത്മാക്കളെ ഞാൻ കാണുന്നു. ഭക്തരായ ആത്മാക്കൾ വിഘ്ന വിനാശകന്റെ ഗുണങ്ങൾ പാടി വിഘ്നം ഹരിക്കുവാനായി യാചിക്കുന്നു. ഭക്തരുടെ വിളികൾ കേട്ട് ഞാൻ എൻ്റെ വരദാനി ഹസ്തത്തിലൂടെയും മസ്തകത്തിലൂടെയും ശക്തിശാലി കിരണങ്ങൾ ഭക്തരിലേക്ക് പ്രസരിപ്പിക്കുന്നു. സർവശക്തിവാന്റെ ഈ ശക്തി കിരണങ്ങൾ ഭക്തരിൽ പതിയുമ്പോൾ അവരുടെ വിഘ്നങ്ങളെല്ലാം ഇല്ലാതാകുന്നു. സർവ വിഘ്നങ്ങളുടെ ഭാരങ്ങളിൽ നിന്നും അവർ തീർത്തും മുക്തരാകുന്നു, ഭാരരഹിതമാകുന്നു, ലൈറ്റ് ആകുന്നു. അവരുടെ ചിത്തം ശാന്തമായി കൊണ്ടിരിക്കുന്നു. ആ ആത്മാക്കൾക്ക് ഈശ്വരീയ ആശ്രയത്തിൻ്റെയും സുരക്ഷയുടെയും ശക്തിയുടെയും അനുഭവം ഉണ്ടാകുന്നു. തൻ്റെ ഇഷ്ടദേവസ്വരൂപം അവർ അനുഭവിച്ച് സർവശക്തികളും നേടി സന്തോഷിക്കുന്നു. വീണ്ടും ഞാൻ എൻ്റെ സർവശക്തി സമ്പന്ന സ്വരൂപത്തിൽ മാസ്റ്റർ സർവശക്തിവാൻ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരംധാമത്തിൽ നിന്നും സർവശക്തിവാനായ ശിവപിതാവിൻ്റെ ശക്തിശാലി കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ആ സർവശക്തികളും സ്വീകരിച്ച് ഞാൻ മുഴുവൻ ലോകത്തിലേക്കും ഈശ്വരീയ ശക്തിയുടെ പ്രകാശ കിരണങ്ങൾ വ്യാപിപ്പിക്കുന്നു. സർവ ആത്മാക്കളിലും ഈ സർവശക്തികളുടെയും കിരണങ്ങൾ എത്തിച്ചേരുമ്പോൾ അവരും വിഘ്നമുക്തമാകുന്നു.
ഭാരരഹിതമാകുന്നു, ശക്തിശാലിയാകുന്നു. ബാബയോടൊപ്പം സമസ്ത ലോകത്തിലെയും വിഘ്നങ്ങൾ വിനാശമാക്കുന്ന എൻ്റെ വിഘ്ന വിനാശക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് ശക്തികളുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.